ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഹെർമിറ്റ്സ് ടോക്സ് 1000 ദിവസം പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്ത യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29-ാമത്തെ തിരുവചനമാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലഹീനന്മാർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കിതൊന്നും സാധിക്കില്ല എന്ന് തോന്നുന്നതായ അവസ്ഥകളിലൂടെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് ഞാനും. അഭിമന്യ സേവേറിയോസ് തിരുമേനി കുറെ നാളുകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ ഹെർമിറ്റ്സിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മെസ്സേജുകൾ അയക്കണം. ഒരു 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ സന്ദേശങ്ങളായിരിക്കണം അത് എന്ന് പറഞ്ഞു. തിരുമേനിയോട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരുമേനി ചോദിച്ചു, ആ മെസ്സേജിൻ്റെ കാര്യം എന്തായി? അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ തിരുമേനി. അങ്ങനെ വീണ്ടും എനിക്കതിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മടി കൊണ്ട് അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. വീണ്ടും കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ തിരുമേനി വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛനെ കൊണ്ട് ഇത് സാധിക്കില്ല അല്ലേ എന്ന്. അന്നേരം ഞാൻ തിരുമേനിയോട് പറഞ്ഞു, അടുത്ത മാസം 1-ാം തീയതി ഇത് ആരംഭിക്കാം തിരുമേനി. അങ്ങനെ ഒന്ന് ആരംഭിച്ചതായ ഈ യാത്ര ഇന്ന് 1000 ദിവസം പൂർത്തീകരിക്കുകയാണ്. തിരുപേരോട് നന്ദി പറയുവാനുണ്ട്, പ്രത്യേകിച്ചും തിരുമേനിയോട്. തിരുമേനി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സന്ദേശം അയക്കുവാനായിട്ട് ഞാൻ തന്നെ തയ്യാറായത്. ഇത് കേൾക്കുന്ന, ഇത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാറ്റിനുമുപരിയായി സർവശക്തന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല എന്ന് തോന്നും, നമുക്കതിനുള്ള കഴിവില്ല എന്ന് തോന്നും. എന്നാൽ നമ്മളുടെ കഴിവിന് പ്രസക്തിയൊന്നുമില്ല. എല്ലാം ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എത്ര വലിയ കുറവുകളുണ്ടെങ്കിലും, എത്രമാത്രം ബലഹീനരാണ് എങ്കിലും ബലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പറന്നുയരുവാനുള്ളതായ ശക്തിയും കൃപയും ദൈവം നൽകിക്കൊണ്ടേ ഇരിക്കും. പ്രിയമുള്ളവരെ, ഇതൊരു അവസാനമോ പൂർത്തീകരണമോ ഒന്നുമല്ല എന്നെനിക്കറിയാം. ഇതൊരു പുതിയ തുടക്കം മാത്രമാണ്. ഇനിയുള്ളതായ യാത്രയിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനും, ദൈവവചനം പഠിക്കുവാനും, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും, മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ നൽകുവാനുമൊക്കെ പ്രാപ്തനാകുവാൻ വേണ്ടി ഇനിയും നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടെ അഭിമന്യ തിരുമേനിയോട് നന്ദി പറയുന്നു. ഹെർമിറ്റ്സിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.